ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ആഴ്ചയിലെ പത്രവാർത്തയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ആഴ്ച വാർത്തകളിൽ നമുക്ക് ആവശ്യമായിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ട്, ഏതെല്ലാം നമുക്ക് കറണ്ട് അഫയേഴ്സ് ഫാക്ടിലേക്ക് കൂട്ടിച്ചേർക്കാം, അതുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സ്പാനിഷ് ഡേ. യൂറോ കപ്പിൽ 4ാം വിജയം നേടി സ്പെയിൻ. അപ്പോ യൂറോ കപ്പിൽ വിജയം നേടിയിരിക്കുകയാണ് സ്പെയിൻ. എത്രാമത്തെ വിജയമാണ്? 4ാം വിജയമാണ്. യൂറോ കപ്പിൽ 4ാം വിജയം നേടി സ്പെയിൻ. 4 തവണ യൂറോ കപ്പ് നേടുന്ന ആദ്യ രാജ്യമാണ് സ്പെയിൻ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ 4 തവണ യൂറോ കപ്പ് നേടുന്ന ആദ്യ രാജ്യമാണ് സ്പെയിൻ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. അപരാജിതം അർജന്റീന. തുടർച്ചയായി 2ാം തവണയും കോപ്പ അമേരിക്ക കിരീടം നേടി അർജന്റീന. അപ്പോൾ കഴിഞ്ഞ കോപ്പ അമേരിക്ക 2020-21 നടന്ന കോപ്പ അമേരിക്ക കിരീടവും അർജന്റീനയ്ക്കാണ്. 2024 ഇത്തവണത്തെ കോപ്പ അമേരിക്ക കിരീടവും കരസ്ഥമാക്കിയിരിക്കുകയാണ് അർജന്റീന. ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന കിരീടം നേടിയത്. ഫൈനലിൽ കൊളംബിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. സർക്കാർ ജോലിക്ക് നിർമ്മിത ബുദ്ധി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, നമ്മളും സൂക്ഷിക്കണം. പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് ജോലി നേടുക. ന്യൂസ് വന്നിട്ടുണ്ട്, സർക്കാർ ജോലിക്കും അവരെന്തുപയോഗിക്കുകയാണ്? നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുകയാണ്. ഇനി നമ്മുടെ ഒന്നും ആവശ്യമില്ല, എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്തുകൊള്ളും. സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ നിർമ്മിത ബുദ്ധി എത്തുന്നു. കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയർ ടൂളുകളായ DG സ്മാർട്ട്. എന്താണ്? DG സ്മാർട്ടും കെല്ലിയുമാണ് സേവനത്തിന് സജ്ജമായത്. അപ്പോൾ ഏത് കമ്പനിയാണ് നിർമ്മിച്ചത്? കെൽട്രോൺ ആണ്. നമ്മുടെ കെൽട്രോൺ ആണ് ഇത് വികസിപ്പിച്ചത്. ഏതൊക്കെയാണ് ആ സോഫ്റ്റ്വെയർ ടൂളുകൾ? ഏതൊക്കെയാണ്? DG സ്മാർട്ടും കെല്ലിയും സേവനത്തിന് സജ്ജമായി. ഫയലുകൾ ഡിജിറ്റൈസ് ചെയ്യാനാണ് DG സ്മാർട്ട്. അപ്പൊ DG എന്തിനാണ്? ഫയലുകൾ ഡിജിറ്റൈസ് ചെയ്യാനാണ് DG സ്മാർട്ട് ഉപയോഗിക്കുന്നത്. സർക്കാർ വിവരങ്ങളുടെ സ്വകാര്യതയും സുരക്ഷയും പ്രധാനമായതിനാൽ ക്ലൗഡിൽ നൽകാനാകില്ല. അതിനാൽ ജനറേറ്റീവ് AI വഴി ഓപ്പൺ സോഴ്സിൽ ലഭിക്കുന്ന മെറ്റയുടെ ലാമ 2 എന്ന മോഡലും ലാമ ഇൻഡെക്സ് എന്ന ടൂളും ഉപയോഗിച്ചാണ് ചാറ്റ് ബോട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? സർക്കാർ വിവരങ്ങളുടെ സ്വകാര്യത കണക്കിലെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലൗഡിൽ ഇത് നൽകാനാകില്ല. അതുകൊണ്ട് തന്നെ ജനറേറ്റീവ് AI വഴി ഓപ്പൺ സോഴ്സിൽ ലഭിക്കുന്ന മെറ്റയുടെ ലാമ 2 എന്ന മോഡലും ലാമ ഇൻഡെക്സ് എന്ന ടൂളും ഉപയോഗിച്ച്, ഏതൊക്കെയാണ്? മെറ്റയുടെ ലാമ 2 എന്ന മോഡലും ലാമ ഇൻഡെക്സ് എന്ന ടൂളും ഉപയോഗിച്ചാണ് ചാറ്റ് ബോട്ട് തയ്യാറാക്കിയത്. ഇത് ഉപയോഗിച്ച് ഡിജിറ്റൈസ് ചെയ്യുമ്പോൾ 10 പേർ ചെയ്യുന്ന ജോലി ഒരാൾക്ക് ചെയ്യാനാകും. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ 10 പേരുടെ ജോലി പൂർണ്ണമായിട്ടും പോകും ഒരു AI ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും അവർക്ക് ഇനി ഉപയോഗിക്കാം. അതുകൊണ്ട് എല്ലാവരും പഠിത്തം കുറച്ച് സ്പീഡാക്കിക്കൊള്ളുക. നിർമ്മിത ബുദ്ധിയുടെ സേവനത്തിന് വിവിധ വകുപ്പുകൾ കെൽട്രോണുമായി ചർച്ച നടത്തുന്നുണ്ട്. പണി വരുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ സേവനത്തിന് വിവിധ വകുപ്പുകൾ കെൽട്രോണുമായി ചർച്ച നടത്തുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയിലൂടെ കെൽട്രോൺ സൃഷ്ടിച്ച ചാറ്റ് ബോട്ടാണ് കെല്ലി. നമ്മുടെ കെൽട്രോൺ നിർമ്മിച്ച ചാറ്റ് ബോട്ടാണ് കെല്ലി. എന്താണ് കെല്ലി? നിർമ്മിത ബുദ്ധിയിലൂടെ കെൽട്രോൺ സൃഷ്ടിച്ച ചാറ്റ് ബോട്ടാണ് കെല്ലി. ചോദിക്കാം, കെല്ലി കെൽട്രോൺ. എന്താണ്? കെല്ലി കെൽട്രോൺ. ഓർത്തിരിക്കുക, കെൽട്രോണിന്റെ ചാറ്റ് ബോട്ടാണ് കെല്ലി. വെർച്വൽ റിസപ്ഷനിസ്റ്റായി ഉപയോഗിക്കാം. ജനങ്ങളുടെ ചോദ്യത്തിന് കെല്ലി കൃത്യമായി ഉത്തരം പറയും. അപ്പോൾ കെല്ലിയെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? വെർച്വൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ എന്ത് ചോദിച്ചാലും കൃത്യമായിട്ട് ഉത്തരം പറയാൻ കെല്ലിക്ക് പറ്റും. ചില റിസപ്ഷനിസ്റ്റിനെ കണ്ടിട്ടില്ലേ? നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ ഇവൾ എന്തോ ചോദിക്കുന്നതെന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ അടുത്ത് എന്ത് ചെയ്യും? ദേഷ്യപ്പെടും. കെല്ലി ദേഷ്യപ്പെടുമോ? ഇല്ല, കെല്ലി ദേഷ്യപ്പെടുന്നില്ല. നമ്മൾ എന്ത് തന്നെ ചോദിച്ചാലും അതുപോലെ തന്നെ ഉത്തരം നൽകും. അപ്പോൾ ഒരു മനുഷ്യനെ നിർത്തുന്നേക്കാളും എന്തുകൊണ്ടും നല്ലത് കെല്ലിയാണെന്ന് അവര് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. എല്ലാവരും ജാഗ്രതയിൽ. വാവ ഇനി സകലകലാവേദി. എന്താണ് വാവ? മയക്കുമരുന്നിനെതിരായ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് വൈപ്പിനിലെ സ്കൂളുകളിൽ തുടങ്ങിയ കുട്ടികളുടെ ഒരു ചെറിയ കൂട്ടായ്മയാണ് വാവക്കൂട്ടം. എന്തിനെതിരായി? മയക്കുമരുന്നിനെതിരായ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് വൈപ്പിനിലെ സ്കൂളുകളിൽ തുടങ്ങിയ കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് വാവക്കൂട്ടം. അന്യം നിന്നു പോകുന്ന കലകളെ സംരക്ഷിക്കാനും
പുതുതലമുറയെ അവയിലേക്ക് ആകർഷിക്കാനും കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ കലാഗ്രാമം ഒരുക്കുകയാണ് സകല കലകളെയും പ്രോത്സാഹിപ്പിക്കുന്ന വൈപ്പിനിലെ വാവ. അപ്പോൾ വൈപ്പിനിലെ വാവയ്ക്ക് ഇന്ന കല എന്നൊന്നുമില്ല, അവരെല്ലാ കലയും പ്രോത്സാഹിപ്പിക്കും. അതിന് കൂടുതൽ പ്രവർത്തനവുമായി അവരിറങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി. കേരള സംഗീത നാടക അക്കാദമിയുടെ അഫിലിയേഷനുള്ള വൈപ്പിൻ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ, ഇതാണ് വാവ. എന്താണ്? വൈപ്പിൻ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് എന്ത്? നമ്മുടെ വാവ. അക്കാദമിയുടെ പിന്തുണയോടെ നടപടികൾ തുടങ്ങി. അപ്പോൾ എന്തിന്റെ പിന്തുണയോടെ? സംഗീത നാടക അക്കാദമിയുടെ അഫിലിയേഷനുള്ള പിന്തുണയോടുകൂടിയാണ് വാവ നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. വാവയുടെ ആസ്ഥാനം ഞാറയ്ക്കലാണ്. കൊച്ചിയിൽ തന്നെയാണ്, എറണാകുളം ജില്ലയിൽ തന്നെയാണ് വാവയുടെ ആസ്ഥാനം ഞാറയ്ക്കലാണ്. ചിന്തുപാട്ട്, വില്ലടിച്ചാമ്പാട്ട്, ചവിട്ട് നാടകം എന്നിവയടക്കം പരിശീലിപ്പിക്കുകയും അവശ കലാകാരന്മാർക്ക് സഹായം ലഭ്യമാക്കുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ്? ചിന്തുപാട്ട്, വില്ലടിച്ചാമ്പാട്ട്, ചവിട്ട് നാടകം എന്നിവയടക്കം എന്തും തന്നെയും വാവയിൽ പരിശീലിപ്പിക്കുകയും അവശരായ കലാകാരന്മാർക്ക് ആവശ്യമായ ചെറിയ സാമ്പത്തിക സഹായവുമൊക്കെ വാവ ചെയ്തു കൊടുക്കുന്നുണ്ട്. വൈപ്പിൻ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ, അതാണ് വാവ. നമ്മൾ പറഞ്ഞു സിപ്പി പള്ളിപ്പുറം, നമ്മുടെ കുട്ടികളുടെ കൊച്ചു കൊച്ചു എഴുത്തുകാരനായ സിപ്പി പള്ളിപ്പുറമാണ് വാവയുടെ പ്രസിഡന്റ്. അനിൽ പ്ലാവിയൻസ് ആണ് ജനറൽ സെക്രട്ടറി. വാവയുടെ ജനറൽ സെക്രട്ടറി ആരാണ്? അനിൽ പ്ലാവിയൻസ് ആണ് ജനറൽ സെക്രട്ടറി. നമ്മുടെ സിപ്പി പള്ളിപ്പുറമാണ് വാവയുടെ പ്രസിഡന്റ്. അടുത്ത വാർത്ത നോക്കാം. സന്തോഷാവസരങ്ങളിലും പരോൾ നൽകാം ബോംബെ ഹൈക്കോടതി. അപ്പോ ചോദ്യം വരാം, ഏത് ഹൈക്കോടതിയാണ് സന്തോഷാവസരത്തിലും പരോൾ നൽകാം എന്ന് അടുത്തിടെ വിധി പ്രഖ്യാപിച്ചത്? ഏത് ഹൈക്കോടതിയാണ്? ബോംബെ ഹൈക്കോടതിയാണ്. നമുക്ക് വിഷമങ്ങളിൽ മാത്രമല്ല സന്തോഷാവസരങ്ങളിലും പരോൾ നൽകാം. കുടുംബത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല സന്തോഷ അവസരങ്ങളിലും പരോൾ നൽകാമെന്ന് ബോംബെ ഹൈക്കോടതി. കൊലപാതക കേസിൽ ജീവപര്യന്തം അനുഭവിക്കുന്ന വിവേക് ശ്രീവാസ്തവയുടെ ഹർജിയിലാണ് നിരീക്ഷണം. അപ്പോ കൊലപാതകത്തിന് ജീവപര്യന്തം കിടക്കുന്ന വിവേക് ശ്രീവാസ്തവ, ഇത് അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ പോയിന്റ് എന്താണ്? സന്തോഷ അവസരങ്ങളിലും പരോൾ നൽകാം എന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? ബോംബെ ഹൈക്കോടതിയാണ്. അടുത്ത വാർത്തയിലേക്ക് പോകാം. ആയിരങ്ങൾക്ക് ആശ്വാസമായി അരികെ. എന്താണ് അരികെ? ആയിരങ്ങൾക്ക് ആശ്വാസമായി അരികെ അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതി. എന്താണ്? അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയാണ് അരികെ. ഈ അരികയുടെ ആയിരങ്ങൾക്ക് ആശ്വാസമേകി കൊല്ലം ജില്ലാ ഹോമിയോ ആശുപത്രി. അപ്പോൾ അരികെ എവിടെയാണ് നടപ്പിലാക്കിയത്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലാ ഹോമിയോ ആശുപത്രിയിലാണ് അരികെ പദ്ധതി നടപ്പിലാക്കിയത്. അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയാണ് അരികെ. തേവള്ളി ജില്ലാ ഹോമിയോ ആശുപത്രിയിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലുമാണ് സെക്കൻഡറി കെയർ യൂണിറ്റായി പദ്ധതി നടപ്പിലാക്കുന്നത്. സെക്കൻഡറി കെയർ യൂണിറ്റ് ആയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന് ഗൃഹസന്ദർശനമുണ്ട്. അതായത് വീട്ടിൽ വന്ന് കണ്ട് പരിചരിക്കും. അത് കൂടാതെ ഓൾഡ് ഏജ് ഹോമുകളുടെ സന്ദർശനവും പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ഒരുപക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരാം. എന്താണ് ഗൃഹസന്ദർശനം മാത്രം എന്ന് വന്നാൽ എന്താണത്? തെറ്റാണ്. ഗൃഹസന്ദർശനം മാത്രമല്ല, അവരെവിടെയും പോയി പരിചരിക്കുന്നുണ്ട്. ഓൾഡ് ഏജ് ഹോമുകളിലും പരിചരണം നടത്തുന്നുണ്ട്. എല്ലാ മാസവും 6 കെയർ ഹോമുകളിലാണ് സന്ദർശനം. അപ്പോൾ ഓർത്തിരിക്കുക, അരികെ പദ്ധതി എന്തിനുള്ളതാണ്? ഹോമിയോപ്പതി, അലോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയാണ് അരികെ. കൊല്ലം ജില്ലാ ഹോമിയോ ആശുപത്രിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് എന്നും ഓർത്തിരിക്കുക. അരോമ മണി അന്തരിച്ചു. അരോമ മണി ആരാണ്? നിർമ്മാതാവും സംവിധായകനുമാണ് അരോമ മണി. ഓർത്തിരിക്കുക, ചോദ്യം വരാം. അടുത്തിടെ അന്തരിച്ച ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അരോമ മണിയാണ്. അരോമ മണി. അടുത്ത വാർത്തയിലേക്ക് പോകാം. യോദ്ധാവിന് ഡ്രോണും ആയുധം. യോദ്ധാവിന് ഡ്രോണും ആയുധം. എന്താണ് യോദ്ധാവ്? മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് യോദ്ധാവ്. എന്താണ് യോദ്ധാവ്? മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും. എന്താണ് യോദ്ധാവ്? മയക്കുമരുന്നിന്റെ
ഉപയോഗവും വിൽപ്പനയും തടയാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് യോദ്ധാവ്. ആ പദ്ധതിക്കാണ് എന്ത് കൊടുത്തത്? ഡ്രോണും കൂടെ ഒരു ആയുധമായി കൊടുത്തത്. എന്തിനായിരുന്നു? കുറ്റിക്കാടുകളിലും എത്തിപ്പെടാനാകാത്തിടത്ത് വെച്ചുമുള്ള ലഹരി വിൽപ്പനയും ഉപയോഗവും പിടികൂടാനാണ് പോലീസിന് ഈ ഡ്രോൺ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ചെറിയ ചെറിയ കുറ്റിക്കാടുകളുടെ ഇടയിലൊക്കെ ഇരുന്നാണ് ഇവർ ഈ മയക്കുമരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എവിടെ ഇരുന്നാലും പിടികൂടാം എന്നുള്ള രീതിയിലേക്ക് യോദ്ധാവ് പദ്ധതി വളർന്നിരിക്കുകയാണ്. കുറ്റിക്കാടിൽ ഒളിച്ചിരുന്നാൽ ആര് പോയി കണ്ടുപിടിക്കും? ഡ്രോൺ വിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഡ്രോൺ സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ് യോദ്ധാവ് പദ്ധതിയിലേക്ക്. അതെ, അൽക്കാരസ് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി അൽക്കാരസ്. അപ്പോൾ വിംബിൾഡൺ പുരുഷ കിരീടം ഇത്തവണ നിലനിർത്തിയിരിക്കുകയാണ് അൽക്കാരസ്. നിലനിർത്തി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷവും ആർക്ക് തന്നെയാണ്? അൽക്കാരസിന് തന്നെയാണ്. വിംബിൾഡൺ ഗ്രാൻഡ് സ്ലാം പുരുഷ സിംഗിൾസ് കിരീടം കൈവിടാതെ സ്പാനിഷ് താരമാണ് ആര്? കാർലോസ് അൽക്കാരസ്. എന്തൽക്കാരസ്? കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ് ആണ് വിംബിൾഡൺ ഗ്രാൻഡ് സ്ലാം പുരുഷ സിംഗിൾസ് നേടിയത്. സെർബിയൻ ഇതിഹാസ താരമായ, നമ്മുടെ പലരുടെയും ഇതിഹാസ താരമായ നൊവാക് ദ്യോക്കോവിച്ചിനെയാണ് ആര് പരാജയപ്പെടുത്തിയത്? കാർലോസ് പരാജയപ്പെടുത്തിയത്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? സെർബിയൻ താരമായ നൊവാക് ദ്യോക്കോവിച്ചിനെയാണ്. വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറിയായി സ്ഥാനമേറ്റു. ഈ ന്യൂസ് നമ്മൾ മുന്നേ കണ്ടതാണ്. വിക്രം മിശ്രി സ്ഥാനമേൽക്കാൻ പോകുന്നു എന്നായിരുന്നു നമ്മളന്ന് പറഞ്ഞത്. ഇപ്പൊ എന്താണ്? പിന്നെ ന്യൂസ് വന്നിരിക്കുന്നു, വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറിയായി സ്ഥാനമേറ്റു. നയതന്ത്ര വിദഗ്ധൻ വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറിയായി സ്ഥാനമേറ്റു. ദേശീയ സുരക്ഷാ സഹ ഉപദേഷ്ടാവ് കൂടിയാണ്. ദേശീയ സുരക്ഷാ സഹ ഉപദേഷ്ടാവായിരിക്കെ കഴിഞ്ഞ മാസമാണ് സർക്കാർ പുതിയ ചുമതല നൽകിയത്. അപ്പൊ എന്താണ്? ദേശീയ സുരക്ഷാ സഹ ഉപദേഷ്ടാവ് കൂടിയാണ് നമ്മുടെ വിക്രം മിശ്രി. സംസ്ഥാനത്ത് 1793 കാട്ടാന. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാട്ടാനകളുടെയൊക്കെ എണ്ണം എടുക്കാറുണ്ട്. അപ്പോൾ ഈ അടുത്തിടെ എടുത്തിരിക്കുന്നു. എണ്ണം എത്രയാണ്? 1793. സംസ്ഥാനത്തെ വിവിധ വന്യജീവി കേന്ദ്രങ്ങളിലായി 1793 കാട്ടാനകളാണ് ഉള്ളതെന്ന് വനം വകുപ്പ്. 2023 കണക്കെടുപ്പ് പ്രകാരം 1920 ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇത്തവണ 127 എണ്ണത്തിന്റെ കുറവുണ്ടായിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? വനം മന്ത്രി AK ശശീന്ദ്രൻ. വനമന്ത്രി ആരാണ്? നമ്മുടെ ഇപ്പോഴത്തെ വനമന്ത്രി ആരാണ്? AK ശശീന്ദ്രനാണ്. ന്യൂസൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഫാക്റ്റാണ് കൂടുതലും നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നിലവിലെ വനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? AK ശശീന്ദ്രനാണ്. ഏറ്റവും അധികം ആനകളെ കണ്ടെത്തിയത് പെരിയാർ മേഖലയിലാണ്. ചോദിക്കാം, ഏറ്റവും കൂടുതൽ ആനകൾ എവിടെയാണ്? കാട്ടാനകൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? പെരിയാർ മേഖലയിലാണ്. 811 ആനകളാണ് ഈ മേഖലയിൽ ഉള്ളതായി കണക്കാക്കിയിട്ടുള്ളത്. പെരിയാറിൽ മാത്രം 811 ആനകൾ ഉണ്ടെന്നാണ് ഈ റിപ്പോർട്ടുകൾ നൽകുന്നത്. ചന്ദ്രനിൽ വാസയോഗ്യമായ ഗുഹയുണ്ടെന്ന് സ്ഥിരീകരണം. അപ്പോൾ ഇനി നമുക്ക് എവിടെ പോയി താമസിക്കാം? ചന്ദ്രനിൽ പോയി താമസിക്കാം. ആദിമ മനുഷ്യരെ പോലെയൊക്കെ ഗുഹയിലാണ് താമസിക്കേണ്ടതെന്ന് മാത്രം. എവിടെയാണ്? ചന്ദ്രനിൽ. ചന്ദ്രനിൽ എന്തുണ്ട്? വാസയോഗ്യമായ ഗുഹയുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ചന്ദ്രനിൽ വാസയോഗ്യമായ ഗുഹയുള്ളതായി ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചു. 1969 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങിയ പ്രശാന്തിയുടെ കടൽ ഭാഗത്തു നിന്ന് 400 കിലോമീറ്റർ മാറിയാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എവിടെയാണ്? നമ്മുടെ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ഇറങ്ങിയ പ്രശാന്തിയുടെ തീരമില്ലേ, അതിൽ നിന്നും 400 കിലോമീറ്റർ അരികെയാണ് മാറിയാണ് ഈ ഗുഹ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വാസയോഗ്യമായ 100 കണക്കിന് ഗുഹകൾ ചന്ദ്രനിൽ ഉണ്ടാകാമെന്നും അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപം കൊണ്ട ഇവ ചന്ദ്രനിലെത്തുന്നവർക്ക് ഗവേഷണത്തിനുള്ള താവളമായി ഉപയോഗിക്കാമെന്നും കരുതപ്പെടുന്നു. അപ്പോൾ ഇത് ഒരെണ്ണമല്ല, ഇത്തരത്തിൽ ഒട്ടനവധി ഗുഹകൾ ചന്ദ്രനിലുണ്ട്. അത് നമുക്ക് ഭാവിയിൽ എങ്ങനെ ഉപയോഗിക്കാം? ചന്ദ്രനിൽ പര്യവേഷണത്തിനൊക്കെ എത്തുന്നവർക്ക് താമസിക്കാനായിട്ട് ഉപയോഗിക്കാമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജീവിക്കാൻ ഏറ്റവും മികച്ച നഗരം വിയറ്റ്നാം. ലോകത്ത് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ 10 നഗരങ്ങളുടെ പട്ടികയിൽ മുന്നിൽ വിയറ്റ്നാം. നമ്മൾ ഇടയ്ക്ക് സന്തോഷ നഗരമൊക്കെ പറഞ്ഞു, ഫിൻലാൻഡ്. അത് എപ്പോഴും ഫിൻലാൻഡ് തന്നെയാണ്. അപ്പൊ അതുപോലെ നമുക്ക് വേറെ സന്തോഷം ഉണ്ടെങ്കിലും ഫിൻലാൻഡിൽ ജീവിക്കാൻ കൊള്ളില്ല എന്നാണ് പറയുന്നത്. ഫിൻലാൻഡ് രാജ്യമാണ്, ഇതൊരു നഗരമാണ്. ലോകത്ത് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ 10 നഗരങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ വന്നതാണ് വിയറ്റ്നാം. വിയറ്റ്നാം എന്തിന്റെ തലസ്ഥാനമാണ്? ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ തലസ്ഥാനമാണ് വിയറ്റ്നാം.
മൂന്നാം തവണയാണ് വിയറ്റ്നാം പട്ടികയിൽ 1-ാം സ്ഥാനം നേടുന്നത്. അപ്പോൾ വിയറ്റ്നാം ഓസ്ട്രിയയുടെ തലസ്ഥാനമാണ് എന്നതുകൂടി ഓർത്തിരിക്കുക. കോപ്പൻഹേഗനാണ് പട്ടികയിൽ 2-ാമത്. സൂറിച്ചും മെൽബണും 3ഉം 4ഉം സ്ഥാനത്ത്. അപ്പോൾ 2-ാം സ്ഥാനം കോപ്പൻഹേഗനും, സൂറിച്ച് 3-ാം സ്ഥാനവും, മെൽബൺ 4-ാം സ്ഥാനത്തുമുണ്ട്. മണ്ണിന്റെ മക്കൾ നിയമം കർണാടകം തലയൂരി. അപ്പോൾ അടുത്തിടെ കർണാടകയിൽ വന്ന ഒരു സംഭവമാണ് ഈ മണ്ണിന്റെ മക്കൾ നിയമം. എന്താണെന്ന് നോക്കാം. കർണാടകത്തിൽ IT ഉൾപ്പെടെ സ്വകാര്യ മേഖലയിലെ ഭൂരിഭാഗം തൊഴിലും തദ്ദേശീയർക്ക് സംവരണം ചെയ്ത് മുന്തിരിപ്പൻ ബിൽ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മരവിപ്പിച്ച് തലയൂരി സിദ്ധാരാമയ്യയുടെ കോൺഗ്രസ് സർക്കാർ. അപ്പോൾ കർണാടക മുഖ്യമന്ത്രിയാണ് സിദ്ധാരാമയ്യ. അവരെന്ത് കൊണ്ടുവന്നിരിക്കുകയാണ്? സ്വകാര്യ മേഖലയിൽ ഭൂരിഭാഗം തൊഴിലും ആർക്ക് കൊടുക്കുക? തദ്ദേശീയരായ കർണാടകക്കാർക്ക് കൊടുക്കുക. നടക്കുന്ന കാര്യമാണോ? നമ്മുടെ എല്ലാവരുടെയും റിലേറ്റീവ് ആയിട്ടുള്ള ഒരാളെങ്കിലും ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ? IT മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കവേ ഈ കർണാടക സർക്കാർ ഒരു നിയമം കൊണ്ടുവരികയാണ്. ഇവിടെ ആര് വർക്ക് ചെയ്താൽ മതി? ഏറ്റവും കൂടുതൽ തദ്ദേശീയർക്ക് കൂടുതൽ അവസരം കൊടുക്കാൻ അവർ തീരുമാനിച്ചാൽ ശരിയാവോ? മണ്ണിന്റെ മക്കൾ വാദം നടപ്പാക്കുന്ന ബില്ലിന് മന്ത്രിസഭ 16/7/2024 അംഗീകാരം നൽകിയിരുന്നു. പിന്നാലെ രാജ്യവ്യാപകമായി പ്രതിഷേധം തുടർന്നു. രാത്രിയോടെ ഈ ബിൽ പിൻവലിച്ചു. അപ്പൊ ബില്ല് അവർ മുന്നോട്ട് വെച്ചെങ്കിലും എന്ത് ചെയ്തില്ല? പാസ്സായില്ല. വൻ പ്രതിഷേധം കാരണം ബില്ല് പിൻവലിച്ചു. വൻ പ്രതിഷേധത്തെ തുടർന്ന് ബില്ല് പിൻവലിച്ചു. ഇപ്പോൾ ചോദ്യം വരാം, അടുത്തിടെ മണ്ണിന്റെ മക്കൾ നിയമം പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? കർണാടകമാണ്. ഇതിന് അവർ കുറച്ച് സംവരണ യോഗ്യതകളൊക്കെ കൊണ്ടുവന്നിരുന്നു. നമുക്ക് നോക്കാം. നമുക്ക് ഒട്ടും പറ്റുന്നതല്ല അത്. 15 വർഷം കർണാടകത്തിൽ താമസിച്ചിരിക്കണം. പഠിച്ചിറങ്ങിയ ഉടനെ ബാംഗ്ലൂർ പോയി ജോലി ചെയ്യുന്ന നമ്മളോടാ പറയുന്നത് 15 വർഷം കർണാടകത്തിൽ താമസിച്ചിരിക്കണം. നടക്കോ? ഇല്ല. കന്നഡ വിഷയമായി 10ാം ക്ലാസ് പാസ്സാകണം. കന്നഡ വിഷയമായി 10ാം ക്ലാസ് പാസ്സാകണം. അതല്ലെങ്കിൽ ഒരു നോഡൽ ഏജൻസിയുടെ കന്നഡ ടെസ്റ്റ് പാസ്സാകണം. അപ്പോൾ അത് അത്രയും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു നോഡൽ ഏജൻസിയുടെ കന്നഡ ടെസ്റ്റ് പാസ്സാകണം. അല്ലെങ്കിൽ അങ്ങനെ യോഗ്യരില്ല, അങ്ങനെയുള്ള ആളുകൾ അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ കമ്പനികൾ എന്ത് ചെയ്യണം? തദ്ദേശീയരെ പരിശീലിപ്പിക്കണം. അപ്പോൾ അവർക്ക് ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കുന്ന ആളുകൾ അവിടെ ഇല്ല എങ്കിൽ അവർ എന്ത് ചെയ്യണം? അവർ തദ്ദേശീയരെ കൊണ്ടുവന്ന് പരിശീലിപ്പിക്കണം. ഇതിന് 3 വർഷം സമയം നൽകി തദ്ദേശീയരെ പരിശീലിപ്പിച്ച് ജോലിയിലേക്ക് എടുക്കണമെന്നാണ് ഈ മണ്ണിന്റെ മക്കൾ നിയമത്തിലൂടെ പറയുന്നത്. ഇത് ഒരിക്കലും പ്രായോഗികമായിട്ടുള്ള ഒന്നല്ല. സ്വകാര്യ മേഖലയിൽ തെലുങ്കർക്ക് 75% സംവരണത്തിന് ആന്ധ്രാപ്രദേശിൽ 2019. അപ്പോൾ സ്വകാര്യ മേഖലയിൽ തെലുങ്കർക്ക് 75% സംവരണം കൊണ്ടുവന്നുകൊണ്ട് 2019 ആന്ധ്രാപ്രദേശിൽ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. കൂടാതെ താഴ്ന്ന തസ്തികകളിൽ ഹരിയാനക്കാർക്ക് 75% സംവരണത്തിന് ഹരിയാനയിൽ 2023 നിയമം കൊണ്ടുവന്നു. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്തില്ല? നടന്നിട്ടില്ല. ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി അതത് ഹൈക്കോടതികൾ ചൂണ്ടിക്കാട്ടി ഇതെല്ലാം അസാധുവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ അത് ഓർത്തിരിക്കുക. മണ്ണിന്റെ മക്കൾ നിയമം കൊണ്ടുവന്നത് കർണാടക സർക്കാരാണെങ്കിൽ 2019 ഇതേ സംഭവം തെലുങ്കർക്ക് 75% സംവരണം എന്ന രീതിയിൽ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? ആന്ധ്രാപ്രദേശിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ന്ന തസ്തികകളിൽ ഹരിയാനക്കാർക്ക് 75% 2023 ഹരിയാന സർക്കാരും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ ഈ ഫാക്റ്റും കൂടെ ഓർത്തിരിക്കുക. ഇത് ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. അവരവരുടെ ഹൈക്കോടതികൾ ഇടപെട്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞ് ഇതെല്ലാം അസാധുവാക്കിയിട്ടുണ്ട്. അഗ്നിവീറുകൾക്ക് 10% സംവരണം പ്രഖ്യാപിച്ച് ഹരിയാന. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഹരിയാനക്കാർക്ക് 75% സംവരണം 2023 സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ പുതുതായിട്ടൊന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് അഗ്നിവീറുകൾക്ക് 10% സംവരണം. അഗ്നിവീറുകൾക്ക് ചില സർക്കാർ ജോലികളിൽ 10% സംവരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹരിയാന സർക്കാർ. അപ്പോൾ ചോദ്യം എങ്ങനെ വരാം? അടുത്തിടെ അഗ്നിവീറുകൾക്ക് 10% സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. ഹരിയാന സർക്കാരാണ് അഗ്നിവീറുകൾക്ക് 10% സംവരണം പ്രഖ്യാപിച്ചത്. കോൺസ്റ്റബിൾ, വനം, ഗാർഡ്, ഖനി ഗാർഡ്, ജയിൽ വാർഡൻ തസ്തികകളിൽ മറ്റ് സംവരണങ്ങൾക്കൊപ്പം അഗ്നിവീർ സംവരണം അധികമായി ഉണ്ടാകും എന്നാണ് പറയുന്നത്. പുതിയ സ്റ്റെന്റ് നിർമ്മിച്ച് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ സ്റ്റെന്റ് നിർമ്മിച്ചിരിക്കുകയാണ്. ഹൃദ്രോഗ ചികിത്സയ്ക്കായി കൊറോണറി ധമനികളിൽ പരുക്കുകൾ സൃഷ്ടിക്കാത്തതും രക്തയോട്ടത്തിന് തടസ്സമാകാത്തതുമായ സ്റ്റെന്റ്
ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന്റെ ഗവേഷകർ വികസിപ്പിച്ചു. അങ്കമാലി പന്നിയുടെ ഹൃദയത്തിലാണ് പരീക്ഷണം നടത്തിയത്. അപ്പോൾ അടുത്തിടെ നമ്മുടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്റ്റെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കൊറോണറി ധമനികൾക്ക് പരുക്കുകളും പിന്നെ രക്തയോട്ടത്തിന് തടസ്സം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഒരു പുതിയ സ്റ്റെന്റ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് ആദ്യം പരീക്ഷിച്ചത് ഏതിലാണെന്ന് ചോദിച്ചാൽ ഏതിലാണ്? അങ്കമാലി പന്നിയുടെ ഹൃദയത്തിലാണ്. ഇപ്പൊ നമ്മുടെ പന്നിയുടെ ഹൃദയമൊക്കെ മനുഷ്യരിലൊക്കെ പരീക്ഷിച്ചല്ലോ, അതൊക്കെ വെച്ച് ഓർത്താൽ മതി. അങ്കമാലി പന്നിയുടെ ഹൃദയത്തിലാണ് ഈ സ്റ്റെന്റ് ആദ്യമായിട്ട് പരീക്ഷിച്ചു നോക്കിയത്. അടുത്ത വാർത്തയിലേക്ക് കടക്കാം. ആശങ്കയായി ചാന്ദിപ്പുര വൈറസ്, 14 മരണം. ഇപ്പോൾ അടുത്തിടെ നമുക്ക് നല്ല കാലമല്ല. ചാന്ദിപ്പുര വൈറസ് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത ഒരു മരണമാണ് ചാന്ദിപ്പുര വൈറസ് മരണം. ചാന്ദിപ്പുര വൈറസ് ബാധിച്ച് ഗുജറാത്തിൽ 5 ദിവസത്തിനിടെ കുട്ടികൾ ഉൾപ്പെടെ 14 പേർ മരിച്ചു. ചാന്ദിപ്പുര വൈറസ് ബാധയ്ക്ക് പ്രത്യേക ആന്റിവൈറൽ ചികിത്സയോ വാക്സിനോ ഇല്ല. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. രോഗലക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിനും സങ്കീർണതകൾ തടയുന്നതിനുമാണ് ചികിത്സ നൽകുന്നത്. അതുകൊണ്ടാണ് ചാന്ദിപ്പുര വൈറസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ പേര് തന്നെയാണ് കേട്ടോ, ചാന്ദിപ്പുര വൈറസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ചാന്ദിപ്പുര വൈറസ് എന്നറിയപ്പെടുന്നത്? രോഗലക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിനും സങ്കീർണതകൾ തടയുന്നതിനുമാണ് ചികിത്സ നൽകുന്നത്. ഇതിന് ചികിത്സ നൽകുന്നത് എന്തിനാണ്? രോഗലക്ഷണങ്ങൾ തടയുന്നതിനും പിന്നെ എന്തിനാണ്? സങ്കീർണതകൾ ഒഴിവാക്കുന്നതിനും. രോഗലക്ഷണങ്ങൾ തടയുന്നതിനും സങ്കീർണത ഒഴിവാക്കുന്നതിനുമാണ് ഇതിന് ചികിത്സ നൽകുന്നത്. അല്ലാതെ ഈ രോഗത്തിനൊരു ചികിത്സ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ ചാന്ദിപ്പുര വൈറസ് എന്ന് പറയുന്നത്. പനി, വയറിളക്കം, ഛർദി, അപസ്മാരം എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇപ്പോൾ ചാന്ദിപ്പുര വൈറസ് ബാധിച്ചാലുള്ള പ്രധാന ലക്ഷണങ്ങൾ എന്താണ്? പനി, വയറിളക്കം, ഛർദി, അപസ്മാരം എന്നിവയാണ്. ഇപ്പോൾ ചാന്ദിപ്പുര വൈറസ് മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഓർത്തിരിക്കുക, ഗുജറാത്തിലാണ് ചാന്ദിപ്പുര വൈറസ് മരണം റിപ്പോർട്ട് ചെയ്തത്. ഹൃദയം കീഴടക്കി വല്യത്താൻ മടങ്ങി. അപ്പോൾ വല്യത്താൻ ആരാണെന്ന് നോക്കാം. മനുഷ്യ ഹൃദയത്തെ അത്രമേൽ അടുത്തറിഞ്ഞ ഡോക്ടർ മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന MS വല്യത്താന്റെ ഹൃദയം നിലച്ചു. അപ്പോൾ നമ്മുടെ ഹൃദ്രോഗവുമായി ഒരു ഡോക്ടറാണ്. ആരാണ്? MS വല്യത്താൻ അന്തരിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തിരുവനന്തപുരത്ത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിൽ മുൻകൈ എടുത്ത വല്യത്താൻ 20 വർഷത്തോളം അതിന്റെ ഹൃദയശാസ്ത്ര വിഭാഗം ഡയറക്ടർ ആയിരുന്നു. അപ്പൊ നമ്മുടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിൽ മുൻകൈ എടുത്ത വ്യക്തിയാണ് നമ്മുടെ വല്യത്താൻ. 1993 മുതൽ മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ ആദ്യത്തെ വൈസ് ചാൻസലറായി ചുമതലയേറ്റിരുന്നു. എന്താണ്? 1993 മുതൽ മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഏതാണ്? മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നു നമ്മുടെ വല്യത്താൻ എന്നറിയപ്പെടുന്ന MS വല്യത്താൻ. ഹൃദയവാൽവുകൾ ശ്രീചിത്രയിൽ തന്നെ നിർമ്മിച്ച് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കിയത് വല്യത്താന്റെ പരിശ്രമങ്ങളിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ആരും തരത്തില്ല. ഹൃദയവാൽവുകൾ അവിടെ തന്നെ ശ്രീചിത്രയിൽ തന്നെ നിർമ്മിച്ച് കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ വല്യത്താൻ. അദ്ദേഹത്തിന് 2002 പത്മശ്രീയും 2005 പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. അപ്പോൾ ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാം. വല്യത്താന് പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ ലഭിച്ച വർഷങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇങ്ങനെ റീസെന്റ് ആയിട്ട് അന്തരിച്ച വ്യക്തികളെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ കുറച്ച് ടൈറ്റ് ആവുമ്പോൾ സ്റ്റേറ്റ്മെന്റിലൊക്കെ കയറി വരുന്നത്. നമുക്ക് ഒരു പക്ഷെ അറിഞ്ഞു പോലും കൂടായിരിക്കും ഇതൊക്കെ ആരാണെന്ന്. അപ്പോൾ വാർത്തകളൊക്കെ കൃത്യമായി തന്നെ നോക്കി പോവുക. അപ്പോൾ രാജ്യം 2002 പത്മശ്രീയും 2005 പത്മഭൂഷണം നൽകി ആദരിച്ചു. അദ്ദേഹം ഒരു മഹത്തായ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആത്മകഥ എഴുതാൻ ഞാനില്ല, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ എന്നതിനെ കുറിച്ച് ഒരുപാട് വർഷം കഴിഞ്ഞ് ആരെങ്കിലും തർക്കിക്കുന്നുണ്ടെങ്കിൽ അതൊരു രസമാണ് എന്നാണ് വല്യത്താൻ പറഞ്ഞത്. വല്യത്താൻ എന്താ പറഞ്ഞേ? ആത്മകഥ എഴുതാനൊന്നും ഞാനില്ല, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ എന്ന് കുറെ നാൾ കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല രസമായിരിക്കും എന്നാണ് വല്യത്താൻ പറഞ്ഞ ആ പ്രശസ്തമായ വാക്കുകൾ. ഡോക്ടർ MS വല്യത്താന്റെ പേരിൽ പാലോട്ടെ ദേശീയ സസ്യോദ്യാനത്തിൽ ഒരു അപൂർവ ഇനം ഓർക്കിഡുണ്ട്. അപ്പൊ നമ്മുടെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരു അപൂർവ ഇനം സസ്യമുണ്ട് നമ്മുടെ വല്യത്താന്റെ പേരിൽ. എന്താണത്? പാഫിയോപീഡിയം MS വല്യത്താൻ. എന്താണത്?
പാഫിയോ PDM MS വല്യത്താൻ എന്നാണ് ആ ഓർക്കിഡിന്റെ പേര്. ഇനി ചോദിക്കാം, പാഫിയോ PDM MS വല്യത്താൻ ഏത് ഇനം സസ്യമാണ്? ഏതാണത്? ഓർക്കിഡാണ്. ഒരു അപൂർവ ഇനം ഓർക്കിഡാണ് പാഫിയോ PDM MS വല്യത്താൻ. സ്പാർക്ക് റാങ്കിംഗ്. കേരളം വീണ്ടും ഒന്നാമത്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിന് ദേശീയ തലത്തിൽ കേരളത്തിൽ വീണ്ടും അംഗീകാരം. അപ്പോൾ എന്തിനാണ്? ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം വളരെ മികച്ച രീതിയിൽ നടത്തിയതിനാണ് സ്പാർക്കിന്റെ റാങ്കിങ്ങിൽ വീണ്ടും കേരളം ഒന്നാമതെത്തിയത്. പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ 2023-24 സ്പാർക്ക് റാങ്കിങ്ങിലാണ് കേരളം ഒന്നാമതായത്. എന്താണ് സ്പാർക്ക്? സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിങ്. എന്താണ് സ്പാർക്ക്? സിസ്റ്റമാറ്റിക് പ്രോഗ്രാമിംഗ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിങ് എന്നതാണ് സ്പാർക്കിന്റെ പൂർണ്ണരൂപം. സ്പാർക്ക് റാങ്കിങ്ങിൽ കേരളമാണ് ഒന്നാമത് എത്തിയിരിക്കുന്നത്. ഇതോടെ തുടർച്ചയായി 7 തവണയാണ്, അപ്പോൾ ഇത്തവണ മാത്രമല്ല കഴിഞ്ഞ തവണയും കഴിഞ്ഞ തവണയും അങ്ങനെ തുടർച്ചയായി 7 തവണയാണ് സ്പാർക്ക് അവാർഡ് കേരളം ഒന്നാമതായി മാറുന്നത്. സംസ്ഥാനത്ത് കുടുംബശ്രീയാണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി. അപ്പോൾ നമ്മുടെ കേരളത്തിൽ സ്പാർക്ക് പദ്ധതിയുടെ നോഡൽ ഏജൻസി ഏതാണ്? നമ്മുടെ കുടുംബശ്രീയാണ്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനം നേടി. അപ്പോൾ സ്പാർക്കിൽ 2ാം സ്ഥാനം ഉത്തർപ്രദേശാണ്, 3ാം സ്ഥാനം രാജസ്ഥാനാണ്. രാമസേതു ഉപഗ്രഹ ഭൂപടം തീർത്ത് ISRO. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള രാമസേതുവിന്റെ ഭൂപടം തീർത്ത് ISRO. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്കുള്ള പാതയാണ് രാമസേതു. അതിന്റെ ഭൂപടം തീർത്തിരിക്കുകയാണ് നമ്മുടെ ISRO. നാസയുടെ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെയാണിത്. ഒറ്റയ്ക്കല്ല, നാസയുടെ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെയാണ് ISRO രാമസേതുവിന്റെ ഭൂപടം തീർത്തത്. ഇത്ര വ്യക്തതയുള്ള ഭൂപടം ആദ്യമായിട്ടാണ് നിർമ്മിക്കുന്നത്. രാമസേതുവിനെ കുറിച്ച് കൂടുതൽ പഠനത്തിന് ഇത് സഹായിക്കുമെന്ന് ഗവേഷകർ പറയുന്നു. 29 കിലോമീറ്റർ നീളത്തിലുള്ള ഭാഗമാണ് മാപ്പ് ചെയ്തത്. അപ്പോൾ എത്ര കിലോമീറ്റർ നീളം? 29 കിലോമീറ്റർ നീളത്തിലുള്ള ഭാഗമാണ് ISRO മാപ്പ് ചെയ്തിരിക്കുന്നത്. നാസയുടെ IC-ESAT ഉപഗ്രഹം 2018 മുതൽ 2023 വരെ പകർത്തിയ 2 ലക്ഷത്തോളം ചിത്രങ്ങളും മാപ്പിങ്ങിന് ഉപയോഗിച്ചു. നൂതന ലേസർ സാങ്കേതിക വിദ്യയും വാട്ടർ പെനിട്രേറ്റഡ് ഫോട്ടോണുകളും ഉപയോഗിച്ചാണ് നാസ ഉപഗ്രഹ ചിത്രങ്ങൾ പകർത്തിയത്. അപ്പോൾ നാസയുടെ IC-ESAT ഉപഗ്രഹമാണ്. IC-ESAT ഉപഗ്രഹം എടുത്ത ചിത്രങ്ങളാണ് നമ്മൾ ഈ മാപ്പിങ്ങിന് ഉപയോഗിച്ചത് എന്ന് ഓർക്കുക. ഏതാണ് ഉപഗ്രഹം? നാസയുടെ IC-ESAT. അടുത്ത വാർത്തയിലേക്ക് പോകാം. സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പ്രമേയം വികസിത ഭാരതം. അപ്പോൾ നമ്മുടെ അടുത്ത വരാനിരിക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പ്രമേയമാണ് ഈ പറയുന്നത്. എന്താണത്? വികസിത ഭാരതം. എന്താണ് വികസിത ഭാരതം? രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. അതിന്റെ പ്രമേയമാണ് വികസിത ഭാരതം. എന്താണ് വികസിത ഭാരതം? അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടൊക്കെ അടുത്ത പഠിക്കാനിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ 48ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രമേയമാണ് എന്ത്? വികസിത ഭാരതം. പ്രതിരോധ മന്ത്രാലയ വക്താവ് ഭരത് ഭൂഷൺ ബാബു ഇക്കൊല്ലത്തെ ലോഗോ പുറത്തിറക്കി. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിൽ 2047ഓടെ, അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം വരുന്നത് 2047 ഈ 2047ഓടെ രാജ്യത്തെ വികസിതമാക്കി തീർക്കാനുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടിനോട് ചേർന്ന് പോകുന്ന പ്രമേയമാണെന്ന് വക്താവ് എക്സിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെയുള്ളതാണ്? നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികമാകുമ്പോഴത്തേക്കും രാജ്യം ഏറ്റവും നല്ല വികസനത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് ഈ പ്രമേയം നമുക്ക് നൽകുന്നത്. അതാണ് വികസിത ഭാരത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ലക്ഷ്യവും കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ആ ലക്ഷ്യം? സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം എത്തുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറും. വിനയ് ഖോത്ര അമേരിക്കൻ സ്ഥാനപതി. അപ്പോൾ നമ്മുടെ
മുൻ വിദേശകാര്യ സെക്രട്ടറി ഇപ്പോഴത്തെ ആരാണ്? വിക്രം മിശ്രയാണ്. അപ്പോൾ വിക്രം മിശ്രയ്ക്ക് മുന്നേ വിനയ് ഖോത്ത ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആരാണ്? അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അമേരിക്കയുടെ ഇന്ത്യൻ സ്ഥാനപതിയാണ് ആര്? വിനയ് ഖോത്ത. ബേഡി ബ്രദേഴ്സിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഡോക്യുമെന്ററി രംഗത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നരേഷ് ബേഡി, രാജേഷ് ബേഡി ബ്രദേഴ്സിന് ലഭിച്ചിരിക്കുകയാണ്. ഷോർട്ട് ഫിലിം, അതായത് രാജ്യാന്തര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഡോക്യുമെന്ററി വിഭാഗത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് ആർക്ക് കൊടുത്തത്? ബേഡി ബ്രദേഴ്സിന് കൊടുത്തത്. ആരൊക്കെയാണ് ആ ബേഡി ബ്രദേഴ്സ്? നരേഷ് ബേഡി, രാജേഷ് ബേഡി. നരേഷ് ബേഡിയും രാജേഷ് ബേഡിയുമാണ് ബേഡി ബ്രദേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. 4 പതിറ്റാണ്ടിലേറെയായി വന്യജീവികളുടെ ജീവിതം പകർത്തുന്ന ബേഡി ബ്രദേഴ്സിന്റെ ഡോക്യുമെന്ററികളും ഫോട്ടോകളും ഇന്ത്യയുടെ പ്രകൃതിയെക്കുറിച്ചുള്ള പൊതുധാരണകൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 പതിറ്റാണ്ടുകളായിട്ട് ഏത് മേഖലയിലാണ്? വന്യജീവികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഒരു ഫോട്ടോകളൊക്കെ പകർത്തിയിരുന്നത്. ഇത് ഇന്ത്യയുടെ പ്രകൃതിയെക്കുറിച്ചുള്ള പൊതുധാരണകൾ രൂപപ്പെടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കരുക്കൾ നീക്കാൻ ലോകം. രാജ്യാന്തര ചെസ് ദിനം ഇന്ന്. ഇപ്പൊ ജൂലൈ 20 വന്ന ന്യൂസാണ്. ജൂലൈ 20 രാജ്യാന്തര ചെസ് ദിനം എന്ന് ഓർക്കുക. അപ്പോൾ ഇന്ന് ലോക ചെസ് സംഘടനയുടെ 100ാം വാർഷികവും രാജ്യാന്തര ചെസ് ദിനവുമാണ്. അപ്പൊ രണ്ടും കൂടി ഒന്നിച്ച് വന്നിരിക്കുകയാണ്. ലോക ചെസ് സംഘടനയായ ഫിഡെയുടെ 100ാം വാർഷികമാണ് ജൂലൈ 20 ആഘോഷിച്ചത്. ഫിഡെയുടെ 100ാം വാർഷികമാണ് ജൂലൈ 20 ആചരിച്ചത്. കൂടാതെ നമ്മുടെ രാജ്യാന്തര ചെസ് ദിനവും കൂടിയാണ് ജൂലൈ 20. ശതാബ്ദിയുടെ ഭാഗമായി ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഫിഡെ ഒരു ലോക ചെസ് മത്സരം നടത്തുകയാണ്. അപ്പൊ ഫിഡെ ഒരു റെക്കോർഡും കൂടി ഇടാൻ, അവരുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഫിഡെ ഒരു റെക്കോർഡ് ഇടാൻ ഒരുങ്ങുകയാണ്. എന്താണ് ആ റെക്കോർഡ്? ലോക ചെസ് മത്സരം. ഒരു ലോക ചെസ് മത്സരം നടത്തുകയാണ്. എങ്ങനെയാണ്? 24 മണിക്കൂറിനകം ഏറ്റവും അധികം പേർ ചെസ് കളിക്കുന്നതിന്റെ റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് GWR ഫിഡെ 100 മത്സരങ്ങൾ നടത്തുന്നത്. അപ്പൊ എന്താണ്? 100 മത്സരങ്ങൾ. GWR ഫിഡെ 100 മത്സരങ്ങൾ നടത്തുകയാണ്. എങ്ങനെ? 24 മണിക്കൂറിനകം ഏറ്റവും അധികം പേർ ചെസ് കളിക്കുന്നതിന്റെ റെക്കോർഡ്. അപ്പൊ എങ്ങനെയാണ് ഫിഡെ റെക്കോർഡ് ഇടാൻ ഉദ്ദേശിക്കുന്നത്? 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെസ് കളിക്കുന്നു എന്ന രീതിയിൽ റെക്കോർഡ് ഇടാനാണ് ഫിഡെ തീരുമാനിച്ചിരിക്കുന്നത്. ലോക ചെസ്സിൽ നിർണായക പങ്കുള്ള ഇന്ത്യയും പങ്കാളിയാകും. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് ചെസ്സുമായിട്ട് വളരെ അടുത്ത ബന്ധം തന്നെയുണ്ട്. നമ്മുടെ പ്രജ്ഞാനന്ദയൊക്കെ ചെസ്സുമായി ബന്ധപ്പെട്ടാണ്, നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു നല്ല പങ്കാളിത്തം ഉണ്ടാകും. UPSC ചെയർമാൻ മനോജ് സോണി രാജിവെച്ചു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. നമ്മുടെ UPSC ചെയർമാൻ ആയിരുന്ന മനോജ് സോണി രാജിവെച്ചു. അദ്ദേഹത്തിന്റെ കാലാവധി തീരാൻ 5 വർഷം ബാക്കി നിൽക്കുകയാണ്. ഇപ്പൊ UPSC ചെയർമാന്റെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം തന്നെയാണ്. അതായത് അദ്ദേഹം ഈ ഇടയ്ക്ക് സർവീസിൽ കയറിയിട്ടേ ഉള്ളൂ, അതിനിടയ്ക്ക് തന്നെ രാജിവെച്ചു. ആരാണ് രാജിവെച്ചത്? മനോജ് സോണി. UPSC ചെയർമാനായ മനോജ് സോണി രാജിവെച്ചിരിക്കുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായി തന്നെ കാണുക. എല്ലാ വാർത്തയും നമുക്ക് വരും പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. വാർത്തകളിൽ നിന്ന് തന്നെയാണ് PSC ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പത്രവാർത്തകളുടെ പ്രാധാന്യം നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക്